വിശുദ്ധ ലൂക്കാ സുവിശേഷം 1:26. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലി നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. നന്മ നിറഞ്ഞവളെ, നിനക്കു സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. നീ ഭയപ്പെടേണ്ട, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവനെ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ജനിക്കാൻ പോകുന്ന ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി വന്ധ്യ എന്ന് ആക്ഷേപിക്കപ്പെട്ടിരുന്ന എലിസബത്ത് ഇതാ ഗർഭം ധരിച്ചിരിക്കുന്നു. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 20-ാം തിരുവചനം. അവൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പിനോട് പറഞ്ഞു, മറിയം ഗർഭിണിയായിരിക്കുന്നു. ഇനി എന്തു ചെയ്യും? ഞാൻ അറിഞ്ഞിടത്തോളം അവൾ എല്ലാ നന്മകളും മൂല്യങ്ങളും നിറഞ്ഞവളായിരുന്നു. അവളെ സമൂഹത്തിന് മുമ്പിൽ അപമാനിതയാക്കാതെ രഹസ്യമായി ഉപേക്ഷിച്ചാലോ? ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. കാരണം അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവൻ അനേകരെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. ആകയാൽ ജനിക്കാനിരിക്കുന്ന ശിശുവിന് യേശു എന്ന് പേരിടണം. വിശുദ്ധ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 39. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. എളേമയ്ക്ക് ദൈവത്തിന്റെ കാരുണ്യം ലഭിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തുതി. മറിയം, ഞാൻ ഇത്ര ഭാഗ്യവതിയോ? എന്റെ കർത്താവിന്റെ അമ്മ എന്നെ കാണുവാൻ വന്നിരിക്കുന്നു. നിന്റെ അഭിവാദന സ്വരം ശ്രവിച്ച മാത്രേ എന്റെ ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി. നീ എല്ലാ സ്ത്രീകളിലും അനുഗ്രഹീതയാണ്. നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. വാഴ്ത്തുന്നു രക്ഷക നിന്റെ നാമം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെടണം എന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും
വംശത്തിലും പെട്ടവനായതിനാൽ പേരെഴുതിക്കുവാനായി ഗലീലിയായിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിലെ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമടുത്തു. സത്രങ്ങളിലോ ഭവനങ്ങളിലോ അവർക്ക് ഇടം ലഭിക്കായികയാൽ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ അവർ അഭയം കണ്ടെത്തി. പുൽക്കൂട്ടിൽ ഈശോ പിറന്ന് പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് അവനെ അവർ കിടത്തിയപ്പോൾ ദൈവദൂതൻ ഇപ്രകാരം അരുൾ ചെയ്തു: ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു.
moments start at Lee Choco 9161 byte. You're officially obsessed. We welcome everyone to our Lee Choco Parenthal Mana. Shop on Udi Road.